IPL ഗ്ലാമർ പോരാട്ടത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ തകർത്തെറിഞ്ഞ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു. 50 റൺസിന് ചെന്നൈ കീഴടക്കിയ ബാംഗ്ലൂരു IPL സീസണിലെ രണ്ടാം ജയവും സ്വന്തമാക്കി. ബാംഗ്ലൂരു ഉയർത്തിയ 190 റൺസിന് വിജയലക്ഷ്യമായി മറുപടിക്ക് ബാറ്റിംഗ് ഇറങ്ങിയ ചെന്നൈക്ക് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസ് എടുക്കാനേ ആയുള്ളൂ. RCB ഉയർത്തിയ 197 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ചെന്നൈയുടെ തുടക്കം തകർച്ചയോടെയായിരുന്നു. 8 റൺസിനെടുത്ത ടീമിന് 2 വിക്കറ്റ് നഷ്ടമായി. രാഹുൽ ത്രിപാഠി 5, ഋതുരാജ് ഗെയ്ക്വാദ് ഡക്ക് എന്നിവർ വേഗം മടങ്ങി. പിന്നാലെ ദീപക് ഹുഡയും സാങ്കറനും പുറത്തായി. ടീം 52-4 എന്ന നിലയിലേക്ക് വീണു. ഓപ്പണർ രച്ചിൻ രവീന്ദ്ര മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചു നിന്നത്. 41 റൺസ് എടുത്ത താരത്തെ യാഷ് ദയാൽ കൂടാരം കയറ്റിയോടെ ചെന്നൈ പ്രതിരോധത്തിലായി. പിന്നീട് വന്നവർക്കാർക്കും ടീമിനെ കരകയറ്റാനായില്ല. ശിവൻ ദുബെ 19, രവിചന്ദ്രൻ അശ്വിൻ 11, രവീന്ദ്ര ജഡേജ 25 എന്നിവർ പൊരുതിയെങ്കിലും ഫലമുണ്ടായില്ല. ധോണി അവസാന ഓവറിൽ നടത്തിയ വെടിക്കെട്ടാണ് തോൽവിഭാരം കുറച്ചത്. 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസിന് ചെന്നൈയുടെ ഇന്നിംഗ്സ് അവസാനിച്ചു. 3 വിക്കറ്റ് എടുത്ത ഹേസൽവുഡ് ബംഗളൂരിനായി തിളങ്ങി. നിശ്ചിത 20 ഓവറിൽ 190 റൺസ് എടുത്ത ബംഗളൂരു അടിച്ച് എടുത്തത്. ടോസ് നഷ്ടപ്പെട്ട ബാറ്റിംഗ് ഇറങ്ങിയ ബംഗളൂരിന്റെ തുടക്കം മികച്ചതായിരുന്നു. ഓപ്പണർമാരായ കോഹ്ലിയും ഫിലിപ്പ് സോൾട്ടും അടിച്ചു കളിച്ചു. 5-ാം ഓവറിൽ അവസാന പന്തിൽ സാൾട്ടിനെ നൂർ അഹമ്മദ് പുറത്താക്കി. 16 പന്തിൽ നിന്ന് 30 റൺസ് എടുത്ത താരം പുറത്തായത്. മൂന്നാമന് ഇറങ്ങിയ ദേവദത്ത് പടിക്കലും 27 വേഗം സ്കോർ എത്തി. എന്നാൽ മറുവശത്ത് കോഹ്ലി സാവധാനമാണ് സ്കോർ ഉയർത്തിയത്. ടീം സ്കോർ 114 നിൽക്കെ കോഹ്ലി 31 പുറത്തായി. എന്നാൽ നായകൻ രജിത് പടിദാർ ഗ്രീസിൽ നിലയുറപ്പിച്ച് ബാറ്റ് ചെയ്തതോടെ RCBയുടെ സ്കോർ 150 കടന്നു. ലിയോ ലിവിസ്റ്റൺ 10, ജിതേഷ് ശർമ്മ 12, കുണാൽ പാണ്ഡ്യ ഡക്ക് എന്നിവർ നിരാശപ്പെടുത്തി. രജിത് പടിദാർ 32 പന്തിൽ 51 റൺസ് എടുത്തു. അവസാന ഓവറിലെ ടീം ഡേവിഡിന്റെ വെടിക്കെട്ടാണ് ടീം സ്കോർ 196-ലെത്തിയത്. താരം 8 പന്തിൽ നിന്ന് 22 റൺസ് എടുത്തു. പുറത്താവാതെ നിന്നു. ചെന്നൈക്കായി നൂർ അഹമ്മദും 3 വിക്കറ്റും മതീഷ് പതിരാണ് 2 വിക്കറ്റും എടുത്തു.